ട്രാവലേഴ്സ് അസോസിയേഷൻ പ്രതീക്ഷിച്ച് അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഒരു കിടില ഇൻട്രോ കഴിഞ്ഞ് ഇൻട്രോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ എന്തായാലും ലോകത്തിലെ തന്നെ ലോങ്ങസ്റ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡിലെ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്താകുമെന്ന് അറിയത്തില്ല. എന്തായാലും നല്ല രീതിക്കുള്ള അഡ്രനൽ റഷ് ആയിരിക്കും. ഇപ്പം നൂബ്ര ടു പാങ്കോങ് ലേക്കിലേക്ക് പോകുന്ന വഴിക്കാണ് ഇത് വരുന്നത്. ഇന്നലെ നമ്മളിത് കണ്ടായിരുന്നു, പക്ഷേ വിചാരിച്ചു ഇന്ന് മിസ്സാവുമെന്ന് വിചാരിച്ചു, പക്ഷെ മിസ്സായിട്ടില്ല. എനിവേ നോക്കാം. ഗൈസ് നല്ല ടെൻഷനുണ്ട്, അറിയത്തില്ല എങ്ങനെ ആയിരിക്കും എന്ന്. എന്തായാലും വെയിറ്റിംഗ് ഫോർ ദാറ്റ് എക്സ്പീരിയൻസ്. लेफ्ट हैंड से रोड पकड़ लें, दोनों ही कच्ची पकड़। और येलो टावर दिख रहा है नीचे आपको? हाँ, आप उस टावर से थोड़ा सा पहले रुक जाएंगे, ठीक है? हाँ, ये जो डिवाइस है ये खुद से रुक जाएगा। हाँ. रुकने के बाद आपने रोप्स को छोड़ देना और ये वाला वायर पकड़ना। इधर में पकड़ना है। हाँ, रुकने के बाद वायर को पकड़ना। हाँ. फिर आगे से हमारा इंस्ट्रक्टर एक रोप पास करेगा आपको। हाँ. फिर उसको पकड़ना है, ठीक है? फिर वो आपको खींच के ले जाएगा। ठीक है, मेरा इसी हाथ में चलेगा ना? हाँ चलेगा। रुकने के बाद इसको छोड़ देना और वायर को पकड़ना है, फिर आगे से रोप आएगी, फिर उसको पकड़ना। हाँ. हाँ ഹലോ ഗൈസ്, ട്രാവലേഴ്സ് അസോസിയേഷൻ പ്രതീക്ഷിച്ച് അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൂബ്ര വാലിയിൽ നിന്ന് പാങ്കോങ് ലേക്കിലേക്കുള്ള യാത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അത്രയും രസം പോകുന്നത് അതിൻ്റെ അങ്ങേ അറ്റം കേട്ടോ. ആ ഇതെന്തായാലും കൊള്ളാം കേട്ടോ. മിഡിൽ വെച്ച് നിന്നുപോയി അവർ കാറ് KCB-യിൽ വന്ന് നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് പോവുക, എയറിൽ പിക്ക് ചെയ്തുകൊണ്ട് പോവുക. ഇത് കൊള്ളാം എന്തായാലും. हाँ सर इधर खड़े हुए आ जाओ सर, नीचे आ जाओ. माशा स्टार्टिंग. हाँ एड्रेनलिन रश है ना, ऊपर आएगा. നൂബ്ര വാലി ടു പാങ്കോങ് ലേക്ക് എന്ന് പറയുന്നത് ഏകദേശം 160 കിലോമീറ്ററോളം നമുക്ക് വരുന്നുണ്ട്. ഇന്നത്തെ ഈ യാത്ര എന്ന് പറയുന്നത് ഷെയോക്ക് റിവറിൻ്റെയും ഷെയോക്ക് വാലിയുടെയും തീരത്തൂടെയുള്ള യാത്രയാണ്. ദ റിവർ ഓഫ് ഡെത്ത് എന്നാണ് ഷെയോക്ക് റിവറിനെ അറിയപ്പെടുന്നത്. നമ്മൾ ഈ ലഡാക്ക് ട്രിപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓഫ് റോഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു ദിവസമാണ് നൂബ്ര വാലി ടു പാങ്കോങ് എന്ന് പറയുന്നത്. നമുക്ക് വാട്ടർ ക്രോസിങ്ങും റിവർ ക്രോസിങ്ങും അതേപോലെ തന്നെ ആൾതാമസമൊന്നും ഇല്ലാത്ത ഒരുപാട് കിലോമീറ്റേഴ്സോളം നമുക്ക് ആൾതാമസം ഇല്ലാതെയും റെസ്റ്റോറൻറ്റ്സും ഇല്ലാതെ നമ്മൾ പോകുന്നുണ്ട്. സോ ഏറ്റവും കൂടുതൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡേ ആണ് നൂബ്ര വാലി ടു പാങ്കോങ് എന്ന് പറയുന്നത്.
നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് നൂബ്ര വാലിയിലാണല്ലോ. അപ്പോൾ നൂബ്ര വാലിയിൽ കൂടുതലായിട്ട് നമുക്ക് വരുന്നത് 10 സ്റ്റേസ് ആണ്, ലൈക്ക് ക്യാമ്പ് സ്റ്റേസ് ആണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഹോം സ്റ്റേസും അതേപോലെ തന്നെ ഗസ്റ്റ് ഹൗസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ നമ്മൾ എത്തുന്ന സമയത്ത് മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇലക്ട്രിസിറ്റി. അവിടെ കൂടുതലും 10 സ്റ്റേസ് ആയിക്കോട്ടെ എല്ലാ ക്യാമ്പ് സ്റ്റേസും റൺ ചെയ്യുന്നത് ഒന്നേ സോളാർ പവർ യൂസ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ അവിടുത്തെ ഡീസൽ ജനറേറ്റർ യൂസ് ചെയ്തിട്ടാണ് പവർ സപ്ലൈ നമുക്ക് തരുന്നത്. അതുകൊണ്ട് 11 മണി അല്ലെങ്കിൽ മാക്സിമം 12 മണിക്കുള്ളിൽ എല്ലാ 10 സ്റ്റേജിൻ്റെയും പവർ അവർ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുക, നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ചാർജ് ചെയ്യുകയാണ് നമ്മൾ ആദ്യമേ ചെക്ക് ഇൻ ചെയ്ത ഉടനെ നമ്മൾ ചെയ്യേണ്ട മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ മോർണിംഗ് ചില സമയത്ത് നമുക്ക് മോർണിംഗ് പവർ ഉണ്ടാവാം, ബട്ട് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പവർ ഉണ്ടാവത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഈവനിങ് നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ ചാർജ് ചെയ്യുക നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ്. പിന്നെ മോർണിംഗ് നമുക്ക് ഹോട്ട് വാട്ടർ കിട്ടും. അറൌണ്ട് 6 o'clock ടു നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്നത് 9 o'clock 10 o'clock ടൈമിലായിരിക്കും. അപ്പോൾ ആ ടൈം വരെ നമുക്ക് എന്തായാലും ഹോട്ട് വാട്ടർ അവൈലബിൾ ആണ്. ബട്ട് പ്രയോറിറ്റിയിൽ തന്നെ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുക, മോർണിംഗ് റൊട്ടീൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. സോ ഇലക്ട്രിസിറ്റി ആൻഡ് ഹോട്ട് വാട്ടർ മെയിൻ കൺസ്ട്രെയിൻ ആണ് നമുക്ക് ഈ പറയുന്ന ഹയർ ഓൾട്ടിറ്റ്യൂഡിലും അല്ലെങ്കിൽ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് പോകുമ്പം മെയിൻലി നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ് ചാർജ് ചെയ്യാനും പിന്നെ നമുക്ക് ഹോട്ട് വാട്ടറും അത്യാവശ്യമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾ നൂബ്ര വാലിയിൽ ചെല്ലുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ പറയുന്ന യാത്രയിൽ നമുക്ക് അധികം ഒരുപാട് സ്റ്റോപ്പ് പോയിന്റ്സോ അല്ലെങ്കിൽ ഒരു വ്യൂ പോയിന്റോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കാണേണ്ട ഒരുപാട് സ്ഥലങ്ങൾ വരുന്നില്ല. അതിൽ മെയിൻലി ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷയോക്ക് വാലി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് ഫുള്ളി ഡ്രൈവ് തന്നെയാണ് ആ ദിവസം, കൂടുതലും സീനിക് ആയിട്ടുള്ള ഡ്രൈവ്സ് ആണ്. അപ്പോൾ അതിന്റെ ഫുട്ടേജസ് നിങ്ങൾക്ക് ഞാനിത് പ്ലേ ചെയ്യുന്നുണ്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ. സോ നല്ല രീതിക്കുള്ള ഒരു നമ്മളിപ്പം ലഡാക്കിൽ തന്നെയാണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയാണോ എന്നുൾപ്പെടെ തോന്നിക്കാവുന്ന പല കാഴ്ചകൾ നമുക്ക് ഈ ഒരു യാത്രയിൽ നമുക്ക് നൂബ്ര വാലി ടു പാങ്കോങ് വഴി പോകുന്ന സമയത്ത് വളരെ മനോഹരമായുള്ള മൗണ്ടെയിൻസ് ആയിക്കോട്ടെ, വാലീസ് ആയിക്കോട്ടെ, ഇതെല്ലാം റിവേഴ്സ് എല്ലാം നമുക്ക് ഷയോക്ക് വാലി അല്ലെങ്കിൽ ഷയോക്ക് റിവറിന്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സോ വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് നൂബ്ര വാലി ടു പാങ്കോങ് യാത്രയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ലഡാക്കിലെ കംപ്ലീറ്റ് റോഡ് കൺസ്ട്രക്ഷൻസും അതിന്റെ മെയിൻ്റെനൻസും എല്ലാം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ബ്രോയാണ്. ബ്രോ എന്ന് പറയുമ്പം BRO എന്ന് പറയാം, അതല്ലെങ്കിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്ന് പറയാം. ലഡാക്കിൽ ട്രാവൽ ചെയ്തവർ ഒരിക്കലും മറക്കാത്ത ഒരു പേരായിരിക്കും ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. കാരണം ഇത്രയും വലിയ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള പല പാസുകളും ബിൽഡ് ചെയ്യാനും അതിൻ്റെ കൺസ്ട്രക്ഷൻസും ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു ഓർഗനൈസേഷനാണ്, ഡിഫൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഓർഗനൈസേഷനാണ് BRO എന്ന് പറയുന്നത്. ഞാനിത് പറയാൻ കാരണം എസ്പെഷ്യലി നമ്മൾ ഈ നൂബ്ര വാലിയിൽ നിന്ന് പാങ്കോങ്ങിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് ലാൻഡ് സ്ലൈഡ് ഉള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കറിയത്തില്ല എന്താണ് അതിൻ്റെ കണ്ടീഷൻ എന്ന്. പക്ഷേ പോകുന്ന വഴിക്ക് ഒരുപാട് സൈൻ ബോർഡ്സും സിഗ്നൽസും എല്ലാം അവർ വച്ചിട്ടുണ്ട് അവിടെ. അത് കാരണം നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ള കാര്യം. സോ അത് ഇപ്പം ഈ പറഞ്ഞ റൂട്ടിൽ മാത്രമല്ല, ലഡാക്കിൽ കംപ്ലീറ്റ്ലി ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ബോർഡ്സും കോഡ്സും ഇതെല്ലാം വെച്ചിട്ടുണ്ട് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. സോ എനിവേ ബിഗ് സല്യൂട്ട് ഫോർ ദം. സോ ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ സൈൻസും സിഗ്നൽസും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ട്രാവൽ ചെയ്യുന്ന സമയത്ത്, എക്സ്പെഷ്യലി ബൈക്കേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ നമുക്ക് സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ലഡാക്ക് ട്രിപ്പിൽ ആസ് എ റൈഡർ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ നമ്മുടെ ബൈക്ക് ഫ്യൂലപ്പ് ആക്കുക എന്ന് പറയുന്നത്. സോ നമ്മൾ നൂബ്ര വാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഫുൾ ടാങ്ക് ആക്കിയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എവിടെ പെട്രോൾ പമ്പ് കണ്ടാലും ഫുൾ ടാങ്ക് ആക്കാനാണ് നോക്കുന്നത്.
അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് വരുന്ന പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് തങ്സെ എന്ന് പറയുന്ന ഒരു പെട്രോൾ പമ്പാണ്, ദുർബുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നതാണ്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാങ്കോങ്ങിലേക്ക് ഒരു 40 കിലോമീറ്റേഴ്സും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഹാൻലേയിലേക്ക് നമുക്ക് പോകാനുണ്ട്. ഹാൻലേയിൽ നിന്ന് പിന്നെ ഉമിംഗ്ല പാസ്, തിരിച്ച് ഹാൻലേയിലേക്ക് വരണം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ലേയിലേക്ക് പോകുന്ന വഴിക്ക് നെയോമ എന്ന് പറയുന്ന പെട്രോൾ പമ്പാണ് പിന്നെ അടുത്തൊരു പെട്രോൾ പമ്പ് നമുക്കുള്ളത്. സോ അതുകൊണ്ട് ദുർബുക്കിൽ നിന്ന് നമുക്ക് ഫുൾ ടാങ്ക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ഫ്യൂൽ ഇല്ല എന്നല്ലെങ്കിൽ പെട്രോൾ ഇല്ല എന്ന് അറിയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ വെയിറ്റ് ചെയ്തു, കാരണം ഒരു 3 to 4 hours വരുമെന്ന് പറഞ്ഞു. ഏകദേശം 1 hour ആയപ്പോൾ തന്നെ ഒരു ടാങ്കർ വന്നു. എല്ലാവരും സന്തോഷിച്ചു, ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അടുത്തെത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഡീസൽ ടാങ്കർ ആയിരുന്നു എന്ന്. അപ്പം ബാക്കിലെ പെട്രോൾ ടാങ്കർ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 8:30 ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടുത്തെ ഫില്ലിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പാങ്കോങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നൈറ്റാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. മാക്സിമം നൈറ്റ് ഒഴിവാക്കാനേ ഞാൻ പറയത്തുള്ളൂ, കാരണം നൈറ്റ് ട്രാവലിംഗ് ഒരിക്കലും നമ്മളെ ഹെൽത്തിന് ഓക്കെ ആയിരിക്കത്തില്ല ഈ തണുത്ത ക്ലൈമറ്റിൽ. പിന്നെ റോഡും കംഫർട്ടബിൾ അല്ല എങ്കിൽ നമുക്ക് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ദുർബുക്കിൽ നിന്ന് പാങ്കോങ്ങിലേക്കുള്ള റോഡ് നൈസ് റോഡായിരുന്നു. 40-45 കിലോമീറ്റർ ഉണ്ടെങ്കിൽ പോലും നല്ല രീതിക്ക് നമുക്ക് സേഫായിട്ട് പാങ്കോങ്ങിലേക്ക് എത്താൻ വേണ്ടി പറ്റിയായിരുന്നു. ഞാൻ അന്ന് വിചാരിച്ചത് നമുക്ക് 8 മണിയൊക്കെ ആവും കേട്ടോ അവിടെ നമുക്ക് പാങ്കോങ്ങില്, അല്ലെങ്കിൽ പാങ്കോങ് എന്നല്ല, ലേയിൽ നമുക്ക് സൺസെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം 8 മണി 8:30 ആവും സൺസെറ്റ്. സോ ഈവനിങ് ഒരു 7 മണിയൊക്കെ ആവുമ്പോൾ എത്തി സൺസെറ്റൊക്കെ നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് വീഡിയോസും ഫുട്ടേജസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം നമുക്ക് വന്നില്ല. എനിവേ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ നമുക്ക് പാങ്കോങ്ങിന്റെ വിശേഷങ്ങളും പാങ്കോങ് ടു ഹാൻലേയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ എനിവേ, അമൽ സൈനിങ് ഓഫ്.